വസീഫിനെ ഞാൻ കുറെ നാളായി കണ്ടിട്ട്. കാരണം എന്താണ് PM ശ്രീ പദ്ധതിക്ക് കുഴപ്പമെന്ന് ശിവൻകുട്ടി ചോദിച്ചപ്പോ വസീഫിന്റെ നാവിന് ഉളുക്കുണ്ടായിരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയുമായിട്ടൊരു ചർച്ച നടത്തി ആ VC-മാരുടെ കാര്യമൊക്കെ സെറ്റിൽമെന്റ് നടത്തിയപ്പോ SFI പോലും പറഞ്ഞില്ല. SFIക്കാർ പറഞ്ഞ എന്താ, സംഘി ഗവർണർ തുലയട്ടെ എന്നാ പറഞ്ഞേ. എന്താ, മുഖ്യമന്ത്രിയും ഗവർണറുമായി ചർച്ച നടത്തി പാർട്ടി പോലും അറിയാതെ VC-മാരെ വെച്ചപ്പോ വസീഫിന്റെ എനിക്കൊന്നും മഷിയില്ലായിരുന്നു, എഴുതാൻ മഷിയില്ലായിരുന്നു. ഇല്ലെങ്കിൽ ഇവിടെ ലേബർ കോഡ് നടപ്പിലാക്കിയപ്പോ നിങ്ങൾക്ക് എന്തായിരുന്നു, നിങ്ങളൊക്കെ എവിടെ പോയായിരുന്നു? പാർലമെന്റിനകത്ത് ഒരു കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങൾ തമ്മിലുള്ള ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇരിക്കുന്ന ബ്രിട്ടാസ് ആണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ബ്രിട്ടാസ് എന്നല്ല ബ്രിഡ്ജാസ് എന്ന് വിളിക്കണം. കാരണം ബ്രിഡ്ജാണ് CPM-ഉം BJP-യുമായിട്ടുള്ള. ഈ കേരളത്തിൽ പച്ചയായ വർഗീയത തുപ്പിയ ഒരു സാമുദായിക നേതാവിനെ സ്വന്തം കാറിൽ കയറ്റി ആനയിച്ചു കൊണ്ടുപോയപ്പോ വസീഫൊക്കെ എവിടെ പോയായിരുന്നു? വസീഫെ ഒരു യുവജന സംഘടനാ നേതാവല്ലായിരുന്നോ? അപ്പൊ ഞങ്ങൾക്ക് ഇതൊക്കെ ഓർത്ത് കഷ്ടം തോന്നുക. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് ലേബർ കോഡ് നടപ്പിലാക്കി ഇവിടെ എന്താണ് ദേശീയ വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കിയാൽ കുഴപ്പമെന്ന് ചോദിച്ച് ഗവർണറുമായിട്ട് ഇവിടെ സന്ധി ചേർന്ന് ഈ നാട്ടിൽ BJP-യുമായി മുഴുവൻ ഇടങ്ങളിലും എല്ലായിടങ്ങളിലും എല്ലാ തലത്തിലും സെറ്റിൽമെന്റ് ഉണ്ടാക്കിയ CPM-കാർ വന്നിട്ട് BJP-ക്കെതിരെ പോരാടുന്ന ഫാസിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ നാട് പുച്ഛിച്ച് തള്ളും.